വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 11 അധ്യായം അതിന്റെ 22 വാക്യം. കശ്മീരിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനയാവ് വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. ആരാണ് ഈ ബെനയാവ്? ബെനയാവ് ചെയ്തത് എന്താണ്? അവൻ വീര്യപ്രവർത്തികൾ ചെയ്തു. ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൂടെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ശക്തമായ വീര്യപ്രവർത്തികൾ ചെയ്ത ബെനയാവിനെ പോലെ ആയിരിക്കണം ഈ നാളുകളിൽ ദൈവജനം എന്ന് പറയുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് ബെനയാവ് ചെയ്തതുപോലെ വീര്യപ്രവർത്തികൾ ചെയ്യുവാനുള്ള കൃപയിൽ നിങ്ങൾ ജീവിക്കണം. സിംഹം അലറി വിളിക്കുന്നത് പോലെ ഈ ലോകത്തിന്റെ ശക്തികൾ നിനക്ക് നേരെ വെല്ലുവിളിയുമായി വരുമ്പോൾ അതിനു മുമ്പിൽ നീ തോറ്റോടിപ്പോകാതെ അതിനെ തകർക്കുവാൻ കഴിയണം. ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൂടെ ബെനയാവ് കൊന്നു കളഞ്ഞതുപോലെ നിനക്ക് നേരെ വരുന്ന ശത്രുവിന്റെ തലയെ നീ ചവിട്ടി മെതിക്കണം, രക്തം ചെയ്യും. പ്രാരംഭത്തിൽ ദൈവത്തിന്റെ വചനം ശക്തമായ ദൂതുകൾ പറയുന്നത്, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നീ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ നിനക്ക് നേരെ അലറി വരുന്ന ആമേ സ്തോത്രം സിംഹ സമാനമായ ശക്തികളെ നീ മെതിക്കണം. പ്രൈസ്. അതിനാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ 1 ദിനവൃത്താന്ത പുസ്തകം 11 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പ്രാരംഭ വാക്യങ്ങളിൽ ദാവീദിനെ ജനം രാജാവായി നിയോഗിക്കുന്നു. രാജാവായി അഭിഷേകം ചെയ്ത് രാജകീയ അധികാരം ഏറ്റെടുക്കുകയാണ്. ദാവീദിന്റെ സ്ഥാനാരോഹണം 11 അധ്യായം 5 വാക്യത്തിലേക്ക് വരുമ്പോൾ സിയോൻ കോട്ട ദാവീദ് പിടിച്ചെടുക്കുന്നത് കാണാൻ കഴിയും. തുടർന്ന് 1 ദിനവൃത്താന്ത പുസ്തകം 11 അധ്യായം 10 തൊട്ട് താഴോട്ട് വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് സിഗ്ലാഗിൽ വെച്ച് ദാവീദിനോട് ചേർന്ന വീരന്മാരുടെ പട്ടിക. സിഗ്ലാഗിൽ വെച്ച് ദാവീദിനോട് ചേർന്ന വീരന്മാരുടെ പട്ടികയിലാണ് ഈ ബെനയാവിന്റെ പേര് വന്നിരിക്കുന്നത്. ഈ ബെനയാവ് എന്ന് പറയുമ്പോൾ കശ്മീരിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനയാവാണ്. അല്ലേ? അവനൊരു പരാക്രമശാലിയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലേലൂയ. അപ്പൊ സാധാരണയായി ഒരു ആൺസിംഹം 250 കിലോയിൽ നിന്നും 300 കിലോ വരെ തൂക്കമുണ്ടായിരിക്കും എന്നുള്ളതാണ് ലോകത്തിന്റെ പഠനം. ഒരാൺസിംഹം 250 തൊട്ട് 300 കിലോ വരെ തൂക്കമുണ്ടായിരിക്കും. അതിന്റെ മൂക്കിന്റെ ആരംഭത്തിൽ നിന്നെ വായ് ഏകദേശം നല്ല നീളത്തിൽ വിസ്താരമായി തുറക്കത്തക്ക നിലയിലാണ് ദൈവം സിംഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല ഏകദേശം 4 അടി ഉയരം വരെയും അത് വളരുമെന്നാണ്. 4 അടി ഉയരം വരെ ഈ സിംഹം വളരും. ഹല്ലേലൂയ. അതിന്റെ മുഖം തെളിവായും കണ്ണുകൾ ഭയങ്കരമുള്ളതുമായിരിക്കും. സിംഹത്തിന്റെ മുഖം നല്ല തെളിവായിരിക്കും, അതിന്റെ കണ്ണ് ഭയങ്കരമായിരിക്കും. മുഖത്തിന് ചുറ്റിലും വട്ടത്തിൽ ഇരിക്കുന്ന ഞെരുക്കമുള്ള മുടി അതിന്റെ രോമം അത് ശണ്ടയിടുമ്പോൾ സുരക്ഷിതമായിരിക്കും. അതതിന്റെ രാജകീയ ഗാംഭീര്യത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ലോകസിംഹം ഇത്രമാത്രം രാജകീയ പ്രൗഢിയോടെ നിൽക്കുന്നെങ്കിൽ, രാജകീയമായ ഗംഭീരത്തോടുകൂടി ലോകത്തിൽ നാം കാണുന്ന സിംഹങ്ങൾ ഉണ്ടെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, നമ്മുടെ യഹൂദ ഗോത്രത്തിലെ ദൈവമായിരിക്കുന്ന രാജകീയ ദൈവമായിരിക്കുന്ന അതേ കർത്താവിന്റെ ഗാംഭീര്യത്തിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ആ സിംഹത്തിന്റെ കണ്ണുകൾ ഭയങ്കരമായിരിക്കുമെന്ന് നമ്മൾ വായിച്ചല്ലോ.
അങ്ങനെ തന്നെ ലോകപ്രകാരമുള്ള സിംഹത്തിന്റെ കണ്ണുകൾ രാജകീയമാണെങ്കിൽ, അത് വളരെ ഭയങ്കരമാണെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കണ്ണുകൾ എത്ര ഗാംഭീര്യമുള്ളതായിരിക്കും, എത്ര നേർമയുള്ളതായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:13 വായിക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, അവരും മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്ന് വിശുദ്ധ തിരുവെഴുത്തമ്മേ പഠിപ്പിക്കുക. ഹല്ലേലൂയ. അവരുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ലോകത്തിൽ മനുഷ്യൻ ചെയ്ത സകല പ്രവർത്തികളും ഒരേ സമയം നോക്കിക്കാണുവാൻ കഴിയുന്ന കണ്ണുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും നിങ്ങളെ അപ്പോൾ കാണുന്ന, നിങ്ങളുടെ പ്രവൃത്തികൾ കാണുന്ന, നിങ്ങളുടെ ഓരോ രീതികളും സൂക്ഷ്മതയോടെ ദർശിക്കുന്ന കണ്ണുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ആ ദൈവവചനം വായിക്കുക, ഇബ്രായ ലേഖനം 4:12-13 വചനം ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമനുഷ്യകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് ഇവിടെ വ്യക്തിത്വം കൽപ്പിക്കുകയാണ്. പ്രവർത്തന ശക്തിയാണ് ജീവന്റെ മാനദണ്ഡമെന്ന് നമ്മുടെ ദൈവം പഠിപ്പിക്കുക. ദൈവവചനം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വിധിക്കുന്നു. മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും അഗാധ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവന്റെ ലക്ഷ്യം, ആഗ്രഹം, ഉദ്ദേശം, ഇച്ഛ എന്നിവയെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കുവാനും ദൈവവചനത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നമുക്ക് അവയെ യഥോചിതം വിലയിരുത്തുവാനും ദൈവവചനത്തിൽ ശക്തിയുണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിൽ തെളിഞ്ഞു കിടക്കുന്നത് വെളിച്ചത്തിൽ കൊണ്ടുവരുവാൻ വചനത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന നല്ലതും ചീത്തയുമായിരിക്കുന്ന അനവധി ചിന്തകളെ, അതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിന് അഥവാ ദൈവവചനത്തിന് കഴിയുമെന്ന് ഇവിടെ നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നു വായിക്കുന്ന പോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിനകത്ത് പാപത്തിന്റെ പ്രവൃത്തികളെ വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാതെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ബെനയാവും വീര്യപ്രവർത്തികൾ ചെയ്തതുപോലെ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. നിങ്ങൾ കൂടെ വീര്യപ്രവർത്തികൾ നടക്കണം. ഹല്ലേലൂയ. അപ്പൊ സിക്ലാഗിൽ വെച്ച് ദാവീദ് വീരന്മാരെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ബെനയാമിനെ തെരഞ്ഞെടുത്തുവെങ്കിൽ, എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ലോകത്തിൽ പാപികളായിരുന്ന, ദോഷികളായിരുന്ന നിന്നെ, ബലഹീനനായിരുന്ന, കഴിവില്ലാത്തവനായ നിന്നെ ദൈവം തെരഞ്ഞെടുത്ത് വീരന്മാരുടെ പട്ടികയിലേക്ക് കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയായി, ദൈവമക്കളായി നിന്നെ വേർതിരിച്ചതാണ്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന വലിയൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ആ അഭിഷേകത്താൽ നീ നിറഞ്ഞു നിന്നുകൊണ്ട് ഹല്ലേലൂയ ബെനയാമിനെ പോലെ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കഴിയണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുക, വചനത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ജീവൻ, ചൈതന്യം, മൂർച്ച ഉള്ള വാൾ, ഹല്ലേലൂയ, വിവേചന ശക്തി, ഇങ്ങനെ വിവിധമായ നിലകളിൽ ദൈവവചനം നമ്മളിൽ പ്രവർത്തിക്കും, രക്തം ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ലോകക്കാരായി ജീവിക്കാൻ പാടില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ പ്രഭാതത്തിൽ നീ ദൈവവചനം കേൾക്കുമ്പോൾ നീ തിരിച്ചറിയേണ്ട കാര്യം, നിന്റെ മക്കൾ തിരിച്ചറിയേണ്ട കാര്യം, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ വെറുക്കൂത്ത് കണ്ട് നിങ്ങൾ അതിൽ മയങ്ങി വീഴാതെ, ലോകത്തിന്റെ സുഖലോലുപങ്ങളിൽ വീഴാതെ, ഇവിടുത്തെ ഇംഗിതങ്ങൾക്കൊക്കെ നീ വഴങ്ങിക്കൊടുക്കാതെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്, ഇവിടുത്തെ മതങ്ങൾക്കൊന്നും നീ വഴങ്ങി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരണമായി നീ ജീവിക്കാതെ, ഇവിടുത്തെ അബ്ഗാരികൾക്കും മയക്കുമരുന്ന് രോഗികളുടെയും ഹൃദയപ്രകാരം അല്ലെ അവരുടെ ജീവിതപ്രകാരം, അവരുടെ നിയോഗപ്രകാരം നീ പോകാതെ,
ആമീൻ. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് ഉറപ്പോടുകൂടി ഹല്ലേലൂയ നീ ബെനയാമിനെ പോലെ ആമീൻ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ ആമീൻ നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ലോകം നിന്നിലേക്ക് കയറരുത്. ലോകത്തിൻ്റെതായ യാതൊരു മാലിന്യങ്ങളും നിന്നിലേക്ക് വരരുത്. അത് ദൈവം നിന്നെ ഒരു ബെനയാവായി തെരഞ്ഞെടുത്ത് ഈ കാലഘട്ടത്തിൽ വീര്യപ്രവർത്തികളെ ദൈവം നിന്നിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സ് തകർന്ന് പോകണ്ട, ഹൃദയം ക്ഷീണിച്ചു പോകണ്ട, നീ യേശുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ ലോകസിംഹങ്ങളെ വിജയം പ്രാപിച്ച അനേകം മനുഷ്യരെ കുറിച്ച് വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ലോകത്തിലുണ്ടായിരുന്ന ലോകസിംഹങ്ങളെ ജയിച്ച് സിംഹങ്ങളെ കീഴ്പ്പെടുത്തി അനവധി ആളുകളെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച് അതിൽ പ്രധാനമായിട്ട് ശിംശോനെ കുറിച്ചും ദാവീദ് മുതലായ അവരെ കുറിച്ചും ഇപ്പോൾ ബെനയാവ് അതിലൊരാളായി മാറിയിരിക്കുക. അപ്പൊ സിംഹത്തെ കീഴ്പ്പെടുത്തിയ ശിംശോൻ, സിംഹത്തെ വലിച്ചു കീറിയ ഹല്ലേലൂയ സ്തോത്രം അടിച്ചുകൊന്ന ദാവീദ്, ഹല്ലേലൂയ ഹിമകാലത്ത് ഗുഹയിൽ ചെന്ന സിംഹത്തെ കൂടെ കൊന്നുകളഞ്ഞ ബെനയാവ്, ഇവരൊക്കെയാണ് വീര്യപ്രവർത്തികൾ ചെയ്തത്. ഇവരൊക്കെ വീര്യപ്രവർത്തി ചെയ്യുവാൻ വേണ്ടി ഇവരുടെ മേൽ വലിയൊരു ശക്തമായ അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് പകൽ നിന്നെ ദൈവം നിയോഗിച്ച് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വേർതിരിച്ചത്. ദൈവരാജ്യത്തിന്റെ ദൗത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വേർതിരിച്ചത്. ദൈവസഭയ്ക്കും വിരോധമായി വ്യാപരിക്കുന്ന അലറുന്ന സിംഹം എന്ന പോലെയുള്ള സാത്താന്യ ശക്തികളെ തകർക്കുവാൻ, അതിന്റെ നടുവിൽ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വീണ്ടെടുത്തതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ കർത്താവാൻ യേശു ക്രിസ്തുവിന് വേണ്ടി നീ പൂർണ്ണമായി നിന്നെ സമർപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. അത് നീ തകരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നാൽ ശത്രു തകരണം. നിന്റെ കുടുംബത്തെ ശത്രു തകർക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നീ മുഖാന്തരം ശത്രുവിന്റെ തലയെ തകർക്കണം. ഹല്ലേലൂയ. നീ നിന്റെ ഭർത്താവും നീ നിന്റെ മക്കളും കുടുംബമായി ഒന്നിച്ച് ദൈവത്തിന് മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നീ നിന്റെ അപ്പനും അമ്മയും മക്കളും കുടുംബമായി ചേർന്നിരുന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ നന്മയ്ക്ക് നേരെ, നിന്റെ ജോലിക്ക് നേരെ, നിന്റെ ശാരീരികമായ സ്ഥിതിക്ക് നേരെ ആഞ്ഞടിക്കുന്ന വെല്ലുവിളികളെ, ശത്രുവിനെ നിനക്ക് പരാജയപ്പെടുത്താൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നിലൂടെ ചില വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾക്കറിയാം ആരാണ് ഈ ബെനയാവ്. നമ്മൾ വായിച്ചല്ലോ, ആരാണ് ഈ ബെനയാവ്. ഹല്ലേലൂയ. അത് നമ്മൾ വായിച്ച് ആരാണ് ഈ ബെനയാവ് പറയുമ്പോൾ 1 ദിനവൃത്താന്ത പുസ്തകം 11-ാം അധ്യായം അല്ലെങ്കിൽ 22-ാം വാക്യം വീണ്ടും വായിച്ചാൽ മതി. എവിടെയെങ്കിലും കസ്പിയലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനയാവ്. ഹല്ലേലൂയ. അവന് പരാക്രമശാലിയുടെ മകനാണ്. പരാക്രമശാലിയുടെ മകനായി യഹോയാദയുടെ മകനാണ് ഈ ബെനയാവ്. അവരും വീര്യപ്രവർത്തികൾ ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. വീര്യപ്രവർത്തികൾ ചെയ്തു. ഹല്ലേലൂയ. അവൻ മോബാവിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്ത് ഹല്ലേലൂയ ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. ആ വചനമൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്താണ് കർത്താവ് അതിനകത്തുള്ള ദൂതുകൾ, ആലോചന എന്നോട് സംസാരിക്കണം, എനിക്കത് വെളിപ്പെടുത്തി തരുമാറാകണമേ എന്നൊക്കെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അത് ദൈവം നിന്നെ ഈ കാലഘട്ടത്തിൽ ആ വചനത്തിൽ പറയുന്ന ബെനയാവിന്റെ മേൽ പകർന്നതുപോലെയുള്ള ഒരു ദൈവ സാന്നിധ്യം ദൈവം നിനക്കും പകരും. ഹല്ലേലൂയ. അത് ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സിംഹത്തെ പോലെ നിനക്കും നിന്റെ കുടുംബത്തിന് നേരെ ഒളിഞ്ഞിരിക്കുന്ന ചില ശക്തികളുണ്ട്. ഹല്ലേലൂയ. അവർ പതിയിരുന്നതിനെ ആക്രമിക്കാൻ ശ്രമിക്കും, പതിയിരുന്നതിനെ തകർക്കാൻ ശ്രമിക്കും, വഴിയിൽ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കും. അതിന്റെ നടുവിൽ നീ ഉണരണം കേട്ടോ. ഹല്ലേലൂയ. അത് ഈ കാലഘട്ടത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ദൈവത്തിന് ഫലം വായിക്കുന്നത് പരാക്രമശാലിയുടെ മകൻ പരാക്രമശാലിയായി. ഹല്ലേലൂയ. ഇവന്റെ അപ്പൻ ഒരു പരാക്രമശാലിയാണ്. ഈ അപ്പൻ പരാക്രമശാലി ആയതുകൊണ്ട് തന്നെ ഈ മകൻ ഒരു പരാക്രമശാലിയായി മാറി. അവൻ വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് പറഞ്ഞാൽ മകൻ വീര്യപ്രവർത്തികൾ ചെയ്തു.
അല്ലേ? അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും മുഴങ്കാലം മുടക്കുകയും ദൈവത്തിന് ഉപവസിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുകയും വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിച്ച് ശത്രു സൈന്യത്തെ തകർക്കുന്ന അധികാരത്തോട് നിന്ന് നിന്റെ മക്കളെ പഠിപ്പിച്ചാൽ, എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഈ ഒരു പരാക്രമശാലിയായി ദൈവസന്നിധി നിന്നാൽ നിന്നെ കണ്ട് നിന്റെ മക്കൾ വളരും. അവൾ വളരുമ്പോൾ അവരൊരു പരാക്രമശാലിയായി മാറും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങൾ അനുഭൂതി സംഭവങ്ങളെ എന്റെ കൺമുമ്പിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷിച്ചിട്ടുണ്ട്, ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ട്, ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണ് സംഭവങ്ങൾ എന്ന് പറയുന്നത്? പല സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോയ സന്ദർഭങ്ങളില് ചില ദൈവദാസിദാസന്മാരുടെ മക്കൾ, കൊച്ചു മക്കളൊക്കെ അവരുടെ അപ്പനും അമ്മയൊക്കെ ശക്തമായി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ അവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കുഞ്ഞിനെ കണ്ട്, ആ ഒരു കുട്ടിയെ കണ്ട് അതിന്റെ പ്രായത്തിന്റെ വളർച്ചയ്ക്ക് അപ്പുറത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഒരിക്കലും ഞാൻ കാസർഗോഡ് ഒരു ചർച്ചിൽ ഇങ്ങനെ മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടെ ഞാൻ ആ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന സമയത്ത് ചില വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കഴിയപ്പോൾ പ്രാർത്ഥിക്കുവാൻ ഒരു കുട്ടിയാണ് അവിടെ ഒരു ചെറിയ കുട്ടി, ഏകദേശം ഒരു 10 വയസ്സ് പ്രായമാണ് ആ കുട്ടി. അവൻ ശക്തമായിട്ട് ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ സകല പ്രാർത്ഥന വിഷയങ്ങളും അതുപോലെ കേട്ടിട്ട് ഒന്നുപോലും വിട്ടുകളയാതെ ശക്തമായി ആ സഭയിൽ കൂടിയിരുന്ന സകലരും കേൾക്കത്തക്ക നിലയിൽ, അല്ലേ, അവൻ അതിശക്തമായ വിഷയത്തിന് പ്രാർത്ഥിച്ചെന്ന്. അപ്പൊ ഞാനത് കേട്ടപ്പോൾ എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. ഈ കുട്ടി ഇത്ര പരാക്രമശാലിയായി, ഇവന് ഇത്രമാത്രം ശക്തിയോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇവന്റെ അപ്പനും അമ്മയും വലിയ പരാക്രമശാലിയാണല്ലോ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണല്ലോ എന്ന് ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ച പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്റെ മകനെ നിന്റെ പേരെന്താ? അവന്റെ പേരൊക്കെ പറഞ്ഞ് അവന്റെ അപ്പനും അമ്മയൊക്കെ പരിചയപ്പെട്ട് അവന്റെ അപ്പനും അമ്മയും അതുപോലെ ദൈവത്തിന് പരാക്രമശാലികളായിട്ട് നിൽക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ, എന്നെ കേൾക്കുന്ന മാതാപിതായി, നീ പരാക്രമശാലിയായിട്ട് കർത്താവിന് വേണ്ടി നിന്നാൽ നിന്റെ മക്കളും അതുപോലെ വളർന്നു വരും. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവ് 7 അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ഏലിയാവിനോട് കൂടെ നടന്ന ഏലിശയുടെ കാലഘട്ടത്തിൽ ഏലിശ 13 അത്ഭുതങ്ങളെ ചെയ്തു. ഏലിശയുടെ മരണശേഷം അവന്റെ ശവക്കുഴിയിൽ ഒരുവനെ ചെന്ന് ചാടിക്കുമ്പോ അവന്റെ അസ്ഥിയെ തൊട്ടത് മുഖാന്തരം മറ്റൊരുത്തിനും അങ്ങനെ ജീവിച്ചു. അങ്ങനെ 14 അത്ഭുതങ്ങൾ ഏലിയാവിനെ അനുഗമിച്ച് നടന്ന ഏലിശയിൽ കൂടി നടന്നു. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവ് 7 അത്ഭുതമാണ് ചെയ്തതെങ്കിൽ ഏലിശയുടെ 14 നടന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഈ ബെനയാവിന്റെ അപ്പൻ യഹോയാദ എന്ന് പറയുന്ന മനുഷ്യൻ പരാക്രമശാലിയായിരുന്നെങ്കിൽ അവന്റെ മകൻ പരാക്രമശാലിയും ഒരു വീര്യപ്രവർത്തികൾ ചെയ്യുന്നവനുമായിരുന്നു. ഹല്ലേലൂയ. അത് നിന്റെ തലമുറ എന്ന് പറയുന്നത് നിന്നെ കണ്ടുപഠിക്കണം. നീ മാതൃകയുള്ള ജീവിതം, കർത്താവിന് വേണ്ടി വിശുദ്ധമായ ജീവിതം, കർത്താവിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്ന, ദൈവവചനത്തെ അനുസരിക്കുന്ന, ദാസന്മാരെ അനുസരിക്കുന്ന ഒരു മാതൃക ജീവിതം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ മക്കൾ അത് കണ്ടു വളരും. അവരെ ദൈവം ഈ ബെനയാവിനെ ഉപയോഗിച്ചതുപോലെ ദൈവം ഉപയോഗിക്കുമെന്ന് രക്തം ചെയ്യും. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കുടുംബത്തിനകത്ത് തുടങ്ങട്ടെ മക്കൾക്കുള്ള ആദ്യ പഠനം. ഹല്ലേലൂയ. നിന്നെ കണ്ട് നിന്റെ മക്കൾ പഠിക്കണം, നിന്റെ പ്രവൃത്തി കണ്ട് നിന്റെ മക്കൾ പഠിക്കണം, നിന്റെ ജീവിതം കണ്ട് നിന്റെ മക്കൾ പഠിക്കണം. നിന്റെ വാക്കുകളാണ് നിന്റെ മക്കളുടെ വാക്കുകളായി മാറുന്നത്, നിന്റെ നടപ്പാണ് നിന്റെ മക്കളുടെ നടപ്പായി മാറുന്നത്. നിന്റെ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന സകല സ്വഭാവ സവിശേഷതകളിലും നിന്റെ മക്കൾ വളർന്നു വരണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്ന് വസിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ സ്തോത്രം ഇവന്റെ ഈ ഹസ്ബൻഡിൽ ഒരു പരാക്രമശാലിയുടെ മകനായിരുന്ന യഹോയാദയുടെ മകൻ ബെനായ, ഹല്ലേലൂയ, അവരും പരാക്രമശാലിയും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരുമായി മാറി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അതുപോലെ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം യഹൂദ ഗോത്രത്തെ സിംഹത്തിന്റെ മക്കളായിരിക്കുമ്പോൾ നിശ്ചയമായി നിങ്ങൾ പരാക്രമശാലികളായി ശോഭിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളും യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന ബാലസിംഹങ്ങൾ നിങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ ബാലസിംഹങ്ങളായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നിങ്ങൾ സിംഹത്തെ പോലെ ഗർജിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? വീര്യപ്രവർത്തികൾ നിങ്ങളിവിടെ ചെയ്യണം. ഹല്ലേലൂയ. പുലിക്ക് ജനിക്കുന്നത് പൂച്ചക്കുട്ടിയാകത്തില്ല.
അല്ലേരിയ പുലിക്ക് ജനിക്കുന്നതും പുലിക്കുട്ടി തന്നെ ആയിരിക്കും. അല്ലേ? അത് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ദാസന്മാരുടെ ഭവനത്തിനകത്ത് നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളായി മാറണം. അവനല്ലേ ഒരു വിശ്വാസി എന്ന് പറയുന്നത്, അല്ലേരിയ ഒരു വിശ്വാസി അവരുടെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി അവർ തമ്മിൽ വിവാഹിതരായി വിവാഹ ജീവിതത്തിന് ശേഷം അവർക്ക് തലമുറയെ ദൈവം തരാൻ ആഗ്രഹിക്കും. തലമുറയെ കിട്ടുമ്പോൾ തന്നെ അമ്മയുടെ ഉദരത്തിൽ കുട്ടി ഉരുവാകുമ്പോൾ തൊട്ട് തന്നെ, അല്ലേലിയ, ആ കുട്ടിയുടെ മേലൊരു അഭിഷേകം ഇറങ്ങും. അഭിഷേകം ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ദൈവത്തിൽ ഉറപ്പോടെ നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതാണെങ്കിൽ നിന്റെ കുട്ടി നിന്റെ ഉദരത്തിൽ വളരുന്ന സമയങ്ങളിൽ തന്നെ ആ കുട്ടി അഭിഷേകത്തോടെ വളർന്നുകൊണ്ടിരിക്കും. നീ ചെയ്യുന്നതെല്ലാം കുട്ടിക്ക്, അല്ലേ, ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകും, അല്ലേ? അതിന് നമുക്ക് ഈ എലിസബത്തിനെയും യോഹന്നാനെയൊക്കെ കണ്ടുപഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിനെയൊക്കെ കണ്ടുപഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? ഇതൊക്കെ തെളിവുകൾ ഏറെയുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്, ആ വിഷയം മറ്റൊരു വിഷയത്തിൽ കടക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് സ്തോത്രം, പുലിക്ക് ജനിക്കുന്നത് പുലിക്കുട്ടി തന്നെ, അല്ലേറിയ. അത് നിനക്ക് ജനിക്കുന്നത് ദൈവമക്കൾ തന്നെയാകട്ടെ. ദൈവ ഭയമുള്ളവനായി മാറട്ടെ. ഭവനത്തിനകത്തിരുന്ന് ദൈവദാസന്മാരെ വിമർശിക്കുക, ദൈവദാസിമാരെ വിമർശിക്കുക, ശുശ്രൂഷയെ വിമർശിക്കുക, പ്രവാചകന്മാരെ വിമർശിക്കുക, ദൈവസഭയ്ക്കെതിരെ കുറ്റം പറയുക, ദൈവദാസന്മാർക്കെതിരെ കുറ്റം പറയുന്നത് നിന്റെ ഭവനത്തിനകത്ത് നീ ഒഴിവാക്കണം. അല്ലേരിയ. നിന്റെ ഭവനത്തിനകത്തിരുന്ന് ദൈവദാസന്മാരെ കുറ്റം പറയുന്നത്, അവരെ അപമാനിക്കുകയും പരിഹസിക്കുക, അവർക്കെതിരെ ചോദ്യചിഹ്നം ഉയർത്തുന്നവരും അവർക്കെതിരെ കസർക്കുന്നതിന്റെ മക്കൾ കാണുമ്പോൾ എന്ത് ചെയ്യും? നിന്റെ മക്കളത് കണ്ട് വളർന്നിട്ട് അവർ വളർന്നു വരുമ്പോൾ അവരത് തന്നെ ആവർത്തിക്കും. അല്ലേരിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സഭയ്ക്കകത്ത്, അല്ലെങ്കിൽ സകല ക്രൈസ്തവ സമൂഹത്തെ നോക്കിയാട്ട് ആരാധനയ്ക്ക് ചെല്ലുന്ന, പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്നവർ പള്ളിയിലെ പള്ളിയിലെ പുരോഹിതന്മാരെന്ന് അവർ പറയുന്നത്. അവരുടെ പള്ളിയിലച്ചന്മാർ അവർക്ക് മഹാപുരോഹിതന്മാരാ. അങ്ങനെ ഇരിക്കട്ടെ, അവരുടെ പള്ളിയിലച്ചന്മാർക്ക് മഹാപുരോഹിതന്മാരാണെങ്കിലും അവരെന്ത് ചെയ്യുന്ന അവരുടെ അച്ഛന്മാരുടെ മേൽ കൈവെക്കുന്നു, അല്ലെങ്കിൽ മർദ്ദിക്കുന്നു, ചവിട്ടും, മെതിക്കുന്ന, അസഭ്യം വിളിച്ച് പറയുന്നത് കാഴ്ച നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാണാറുണ്ട്. അതുപോലെ തന്നെ വേർപെട്ട ദൈവമക്കളും വീണ്ടെടുക്കപ്പെട്ട ദൈവദാസിദാസന്മാരുടെ മക്കൾ, അല്ലെ ദൈവദാസിയുടെ മക്കൾ, അതേ അനുഭവത്തിലൂടെ അവരും ആരാധനയ്ക്ക് വന്നിട്ട് ആരാധന പാസ്റ്റർ നേരെ, സഭയ്ക്ക് നേരെ, വിശ്വാസനെ കൈവോങ്ങുന്നത് നമ്മൾ കണ്ടിട്ടാണ്. അത് കണ്ട് നിന്റെ മക്കൾ വളരുമ്പോൾ, അല്ലേരി, അവർ വളർന്നു വരുമ്പോൾ അവരും ദൈവദാസിദാസന്മാർക്ക് നേരെ പരാക്രമം കാണിക്കാൻ തുടങ്ങും. അവർ കൈ ഉയർത്തും. അതുകൊണ്ട് കുടുംബത്തിനകത്ത് ദൈവഹിതമല്ലാത്തത് സംസാരിക്കരുത്, ദൈവഹിതമല്ലാതെ പ്രവർത്തിക്കരുത്, ആർക്കും നേരെ വിരച്ചുകൊണ്ടരുത്. നിന്റെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തോട് കൂടെ നടക്കാൻ പഠിപ്പിക്കണം. അത് ഹാനോക്കിന് 65 വയസ്സായപ്പോൾ ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ചതിന് ശേഷമായിട്ട് അവൻ പുത്രന്മാരെ ജനിപ്പിച്ച് 300 വർഷം ദൈവത്തോടു കൂടെ നടന്ന് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 തൊട്ട് 25 വാക്യങ്ങൾ കാണുന്നുണ്ട്. അത് നിന്റെ മക്കൾ ദൈവത്തോടു കൂടെ നടക്കാൻ നീ പഠിപ്പിക്കണം. അല്ലേരിയ. ഹാനോക്കിനെ പോലെ നിന്റെ മക്കൾ ദൈവത്തോടു കൂടെ നടന്നാൽ അവനെ ദൈവം മാനിക്കും കേട്ടോ, രക്തം ചെയ്യും. അല്ലേരിയ. അല്ലാതെ നിന്റെ തലമുറ തകർന്നു പോകുന്നത്, നിന്റെ തലമുറ നശിക്കുന്നത് കണ്ടിട്ട് നീ അടുത്ത വീട്ടിലെ കുട്ടിയെ നീ കുറ്റപ്പെടുത്താതെ, പരാലിയെ കുറ്റം പറയാതെ നിന്റെ ജീവിതത്തിന്റെ കുറവുകൂടെ നീ കാണണം. അല്ലേരിയ. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തിന്റെ വചനം വായിച്ചത്. കസ്പേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനയാവും വീര്യപ്രവർത്തികൾ. ഈ ബെനയാവ് കണ്ടതും വളർന്നുമെല്ലാം അവന്റെ അപ്പൻ പരാക്രമശാലിയെ കണ്ട. അവൻ ചെറുപ്പം തൊട്ടേ അവന്റെ അപ്പൻ, അല്ലെങ്കിൽ യഹോയാദ ഒരു പരാക്രമശാലിയായിട്ടാ കണ്ടേ. അപ്പൊ അപ്പൻ വളർന്നു വരുന്നതും അപ്പൻ ചെയ്യുന്ന സകല കാര്യങ്ങളും ബെനയാവ് കണ്ടുപിടിച്ചു. അവനും അല്ലെങ്കിൽ ദാവീദ് തിരഞ്ഞെടുത്ത വീരന്മാരുടെ പട്ടികയിലും വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ബെനയാവും വീരപ്രവർത്തികൾ ചെയ്തു. അതെ, ദൈവത്തിന് വേണ്ടി നീ ഈ കാലഘട്ടത്തിൽ തലമുറ പ്രയോജനപ്പെടണം. അല്ലേലിയ. അപ്പൊ ഇവിടെ ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ കുടുംബത്തിൽ ജനിക്കുന്നു. ഭൂമിയിൽ നിങ്ങളുടെ ലോകപ്രകാരമുള്ള മാതാപിതാക്കൾ നിങ്ങളെ ജന്മത്തം നിങ്ങളെ വളർത്തി രക്ഷിച്ചാലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാപിതാമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവ ഭവനത്തിനകത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു നിക്കോദീമോസിനോട് പറയുന്നത്, യേശു അവനോട്, ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു.
യേശു നിക്കോദെമോസിന് പറയുക, പുതിയതായി ജനിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ലോകപ്രകാരം നിങ്ങൾ അപ്പനും അമ്മയ്ക്കും ജനിച്ചതാണ്. പക്ഷേ നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഏൽപ്പിക്കുമ്പോൾ നീ പുതിയതായ ഒരു ജനനം നിനക്കുണ്ടാകുക. അപ്പൊ നിക്കോദെമോസ് ചോദിക്കുക, നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃത്താനുസരിച്ച് ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ച് അതിന് യേശു, ആമേനാമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആത്മാവിനാലും വെള്ളത്താലും ദൈവജനത്താലും നീ ശുദ്ധീകരിക്കപ്പെടണം. പാപത്തെ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ ദൈവത്തിൽ നിന്ന് ബെനയാവിനെ പോലെ വീര്യപ്രവൃത്തികൾ ചെയ്യണം എന്ന് പറഞ്ഞ നിനക്ക് നേരെ അലറി വിളിച്ചു വരുന്ന സിംഹങ്ങളെ തകർത്തുകൊണ്ട് അവന്റെ തലയെ ഛേദിച്ചുകൊണ്ട് നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അല്ലേലിയ. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരും വിഴുങ്ങേണ്ടൊന്ന് തിരഞ്ഞു ചുറ്റി നടക്കുകയാണ്. നിനക്ക് ചുറ്റിലും നിന്റെ തലമുറയ്ക്ക് ചുറ്റിലും നിന്റെ കുടുംബത്തിന് ചുറ്റും പിശാച് അലറി വിളിച്ച് നടക്കുകയാണ്. അല്ലേലിയ, സ്വതന്ത്രം. ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അല്ലേലിയ. ഞാൻ ഈ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലേലിയ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഏകദേശം 24 വർഷമായിട്ടേ ഉള്ളൂ. അല്ലേലിയ. ഏകദേശം 36 വയസ്സ് വരെ ഞാൻ ലോകപ്രകാരം ജീവിച്ച ആളാണ്. അല്ലേലിയ. അങ്ങനെ സ്തോത്രം. അല്ലേലിയ. 36 വയസ്സ് വരെ. ഇപ്പൊ കണ്ട് 22 23 വർഷമായുള്ളൂ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. അല്ലേലിയ. ശരിയായ കണക്ക്. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞ പിന്നാണ് എന്റെ കഴിഞ്ഞകാല സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞ് എന്റെ 36 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് പാപത്തിനകത്ത് അടിമപ്പെട്ട് പാപം നമ്മുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ വർദ്ധിച്ചിട്ട് മദ്യവെച്ച് സുബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സുബോധം ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അലറി വിളിച്ച് നടക്കും. അലറി വിളിച്ച് ഞങ്ങളുടെ ഗ്രാമത്തിലും ഞങ്ങളുടെ സിറ്റിയിലും പിന്നെ വീട്ടിലും ഒക്കെ ചെന്നിട്ട് എന്ത് സിംഹം അലറുന്ന പോലെ അലറി വിളിക്കും. എന്താണെന്നറിയോ? എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു സാത്താൻ, എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന രോഗശക്തി, പൈശാചിക ശക്തി, അതെന്നെ അലറി വിളിപ്പിക്കുക, അതെന്നെ അലറിക്കുവാൻ. അങ്ങനെ ഒരു കാലഘട്ടം എനിക്കുണ്ട്. ഞാനത് പറയാൻ കാരണം ഇന്നത്തെ കാലഘട്ടത്തിലും ചില ആളുകളെ നിങ്ങൾ കണ്ടില്ല, മദ്യപാനം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, മയക്കുമരുന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ലഹരി അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഭവനത്തിനകത്ത് കിടന്ന് അലറി വിളിക്കുന്നത് കണ്ട്, ഭവനത്തിന് ചുറ്റും അലറി വിളിക്കുന്നത്, വീട്ടിൽ അപ്പനോട്, അമ്മയോട്, ഭാര്യയോട്, മക്കളോട്, അമ്മായിയമ്മയോട്, മരുമോളോട്, അയൽവാസിയോട്, അധികാരികളോട്, അല്ലേലിയ, സഭയോട്, ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, സമൂഹത്തിൽ അലറി വിളിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ചില ആളുകൾ അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന സാത്താനാണ്. അവനെ അങ്ങനെ അലറി വിളിപ്പിക്കുവാൻ, അലറി വിളിക്കുന്നത് അവൻ കാപത്തോടെ കലിതുള്ളി അലറുന്നത് സാത്താന്റെ ചിന്തയാ, സാത്താന്റെ ശക്തിയാ. അങ്ങനെയുള്ള ശക്തി എന്ത് ചെയ്യണം? നിന്നിൽ വ്യാപരിക്കുന്ന അലറുന്ന സിംഹം എന്ന പോലെ വ്യാപരിക്കുന്ന സാത്താനെ നീ തകർക്കണം. ബെനയാവലരിയ ഹിമകാലത്ത് ഗുഹയിൽ ചെന്ന് സിംഹത്തെ കൂടെ കൊന്നു കളഞ്ഞതുപോലെ നിന്റെ ഉള്ളിൽ അലറുന്ന സിംഹത്തെ നീ കൊന്നു കളയണം. അല്ലേരിയ. നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പൈശാചിയത്തെ നീ തകർത്ത് കളയണം. അല്ലേരിയ. അതിന് ദൈവം നിനക്കൊരു അഭിഷേകം തരിക. ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ട് ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്, ദൈവവചനമൊക്കെ വായിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി, എന്റെ മുമ്പ് കാലഘട്ടങ്ങളിൽ സുബോധം നഷ്ടപ്പെടുത്തി എന്നെ ഇതുപോലെ അലറി വിളിച്ച് നടക്കാൻ പ്രേരിതമാക്കി തന്നത് സാത്താനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ശക്തിയെ ശാസിച്ചു. അല്ലേരിയ. ദൈവം എനിക്ക് സ്വതന്ത്രമായി നടക്കാൻ, സ്വതന്ത്രമായി ജീവിക്കുവാൻ ദൈവം കൃപ എന്നിൽ വ്യാപരിക്കുന്ന പൈശാചിയത്തെ ഞാൻ തകർത്ത് കളഞ്ഞത്. അല്ലേരി. നീ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മക്കൾ വ്യാപരിക്കുന്ന പൈശാചിയത്തെയുള്ളൂ നീ തകർക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ മദ്യപിച്ച് വെളിവ് കെട്ട് സുബോധം കെട്ട് നീ മയക്കുവാൻ അടിമയായിട്ട് നീ ഭവനത്തിനകത്ത് അലറി വിളിക്കരുത്. നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, നിന്റെ തലമുറയോട്, നിന്റെ അമ്മായിയമ്മയോട്, നിന്റെ അമ്മായിയമ്മയോട്, മരുമോളോട്, നിന്റെ ബന്ധുക്കളോട്, സ്വന്തക്കാരുടെ, ചാർച്ചക്കാർ, സഭയുടെ അയൽവാസിയോട് നീ അലറി വിളിക്കരുത്. അലറി വിളിച്ച് നിന്നെ നടത്തുന്ന സാത്താനാകട്ടോ. അല്ലേരിയ. അതിനെ നീ തകർക്കണം. അതിനെ നീ തകർത്തിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം. ഈശ്വരോ. അല്ലേരിയ. ഞാൻ എന്റെ അനുഭവം കൂടെ കൂട്ടിയാ പറഞ്ഞത്. എന്റെ ജീവിതത്തിന്റെ അനുഭവം പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കും നമ്പരപ്പെടേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്നെ കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് എന്നെ അറിയാവുന്നവരൊക്കെ ചോദിച്ചാൽ അവർ പറയും എന്റെ കഴിഞ്ഞ കാല ജീവിതമൊക്കെ എങ്ങനെയാണെന്ന്.
എൻ്റെ ഏരിയ ഞാൻ വിരിക്കാൻ നിൽക്കുന്നത് പലർക്കും അറിയാവുന്നത് കൊണ്ട് വിരിക്കാൻ നിൽക്കുന്നതില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അല്ലേരിയ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അലറി വിളിക്കാൻ കാരണം എൻ്റെ മാതാപിതാക്കളൊക്കെ അലറിയ ചെറുപ്രായത്തിൽ എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ എൻ്റെ അപ്പൻ്റെ അനിയന്മാരും ഒക്കെ വീട്ടിൽ വരുന്നതൊക്കെ വളരെ മദ്യത്തിനും മയക്കുവിനൊക്കെ അടിമപ്പെട്ട് ജീവിച്ച് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അലറി വിളിച്ച് നടക്കുന്നത് കണ്ടാണ് ഞാനും വളർന്നത്. അപ്പൊ ഞാനും പ്രായമായപ്പോൾ എന്ത് ചെയ്തു, ഞാനും വളർന്നു വരുന്നതോറും ഞാനും മാതാപിതാക്കൾ ചെയ്ത് കണ്ടിട്ട് ലോകത്തിനു മുമ്പ് ലോകക്കാരോട് ഞാനും അലറി വിളിച്ച് അസഭ്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. എൻ്റെ ഏരിയ എന്നാൽ ദൈവം എനിക്കൊരു മാനസാന്തരം തന്നപ്പോൾ എന്നിൽ വ്യാപരിച്ച പൈശാചിത്യങ്ങൾ തകർന്നു പോകാൻ കാരണമായി. അത് ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണറിയോ? അല്ലേരിയ സ്തോത്രം. അല്ലേരിയ കസ്ബേലിൽ അല്ലേരിയ കസ്ബേൽ ഒരു പരാക്രമശാലിയുടെ മകനായി ഹോയാദിയുടെ മകനായി ബെനായ അവൻ്റെ കൂടെ വീര്യപ്രവൃത്തി ചെയ്ത പോലെ നിന്റെ മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ട് നീ ചെയ്യുന്നത് നിന്റെ മക്കൾ വളരുമ്പോൾ അവർ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടും. അല്ലാതെ ഇന്ന് നീ അലറി വിളിച്ച് നിന്റെ കുടുംബത്തിനകത്തും ദേശം പ്രശ്നം ഉണ്ടാകുന്ന നടക്കുകയാണെങ്കിൽ നിന്റെ മക്കൾ വളർന്നു വരുമ്പോൾ അങ്ങനെ വരുമെന്നേ. ഞാനൊക്കെ അനുഭവസ്ഥനാണ്. അതുകൊണ്ടാണ്. പക്ഷെ ദൈവം എന്നെ ഇതിൽ വിടുവിച്ചു കേട്ടോ. ദൈവം എന്നെ വിടുവിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ദൈവവചനവുമായിട്ട് നിൽക്കുന്നതും. അല്ലേലിയ ഇന്ന് എനിക്ക് മുമ്പ് ഇന്ന് അനപ്പാത്തി ദൈവദാസന്മാർ കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആദിമസഭയെ കുറിച്ച് പഠിക്കുമ്പോൾ, അപ്പോസ്തലന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലേലിയ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്ത കർത്താവിന്റെ ദാസ്യദാസന്മാർ, അപ്പോസ്തലന്മാർ, അല്ലെങ്കിൽ സഭയുടെ ആദിമകാലത്തെ സഭയുടെ പിതാക്കന്മാർ അവർ ചെയ്തതും അവരിൽ ദൈവം പ്രവർത്തിച്ചതും അവരെ കൊണ്ട് ദൈവം ചെയ്തതും അവർ കർത്താവിന് വേണ്ടി പരാക്രമശാലിയായി നിന്നതും ഒക്കെ ഞാൻ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയുള്ളവരെ അനുഗമിക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരൊക്കെ എന്ത് ചെയ്തു? ബെനയാമിനെ പോലെ പരാക്രമശാലികളായിരുന്നു. പ്രാർത്ഥനയില്, ആരാധനയില്, ഉപവാസത്തില്, വചന ധ്യാനത്തില്, വിശുദ്ധിയിലെ, വേർപാടില് ഒക്കെ അവർ പരാക്രമശാലികളായിരുന്നു. അപ്പൊ ഞാനും എന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ്. അല്ലേലി കർത്താവിന് വേണ്ടി പരാക്രമശാലിയായി നിൽക്കണമെന്നേ. അല്ലേലി എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നീ കർത്താവിന് വേണ്ടി പരാക്രമശാലിയായി നിൽക്കണം. നിന്റെ മക്കളെ കർത്താവിന്റെ പരാക്രമശാലിയായി നിൽക്കണം. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, അവരെ ഉപവസിക്കാൻ പഠിപ്പിക്കണം, അവരെ വചനം വായിക്കാൻ പഠിപ്പിക്കണം, അവരെ പാട്ടുപാടാൻ പഠിപ്പിക്കണം, അവരെ പ്രസംഗിക്കുവാൻ പഠിപ്പിക്കണം. അവരെ കൊണ്ട് ദൈവത്തിന് മഹത്വം ചെയ്യിക്കുവാൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ആദ്യം നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾ പഠിക്കും. അല്ലേരിയ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലോകം തകർന്നുകൊണ്ടിരിക്കുക, ലോകം നശിച്ചുകൊണ്ടിരിക്കുക, സകല വെറുക്കൂത്തുകളും പെരുകിക്കൊണ്ടിരിക്കുക. അല്ലേരിയ അതുകൊണ്ട് നീ നിന്റെ കുടുംബത്തിനകത്ത് ക്രമീകരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ യഹോയാദ ഒരു പരാക്രമശാലിയായിരുന്നു. യഹോയാദ ഒരു പരാക്രമശാലി, നിന്റെ മകനും പരാക്രമം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും പരാക്രമശാലി എന്ന് പറഞ്ഞാൽ മൊബൈലിനകത്ത് പരാക്രമം കാണിക്കുകയാണ്. നേരം വെളുത്താൻ എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ പാള പോലെയുള്ള ഒരു വലിയൊരു മൊബൈൽ. എന്റെ കയ്യിൽ മൊബൈലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കത്തുള്ളൂ. അല്ലേരിയ ഞാൻ എന്റെ ശുശ്രൂഷകൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ ഫോൺ വിളിച്ചാൽ എടുക്കുകയൊക്കെ ചെയ്യും. അല്ലേരിയ ചിലരൊക്കെ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റാണ് ഈ മൊബൈലും തുറന്ന് പിടിച്ചുകൊണ്ട് അതിനകത്ത് ഇരിക്കുന്ന, അതിനകത്ത് അവർ പരാക്രമം കാണിക്കുന്നത്. വിളിച്ചാലും വരത്തില്ല, എഴുതക്കം പറഞ്ഞാൽ എഴുതൊക്കെ, ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എഴുതൊക്കെ, ചായ കുടിക്കാൻ വിളിച്ചാൽ, ചോറുണ്ണാൻ വിളിച്ചാൽ വരത്തില്ല. ഈ മൊബൈലിനകത്ത് അടിമകളായിരിക്കുക. ലേരിയ അത് വീട്ടിലെ അപ്പനും അമ്മയും മക്കളും മരുമ്പും കൊച്ചും എല്ലാവരും ഓരോ മൂലയ്ക്ക് കയറുന്നത് ഭയങ്കര പരാക്രമമാണ്. ഇതിനകത്ത് തോന്നലാ സകല അശുദ്ധമായത്, അശ്ലീലമായത്, സകല വെറുക്കൂത്തും കണ്ട് മാതാപിതാക്കൾ വളരുന്ന അവരുടെ മക്കൾ അത് കണ്ട് വളരുന്നു. ലേരിയ അവരുടെ മക്കളത് കണ്ട് വളരുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ വീട്ടിനകത്തിന് മക്കളെ വചനം പഠിപ്പിക്കേ. മൊബൈൽ തോണ്ടല്ല. അല്ലരിയ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ഒക്കത്തെടുത്ത് വെച്ച് വളർത്തുന്ന ആ സമയം തൊട്ട് അതിന്റെ മുമ്പിൽ മൊബൈൽ ഇട്ട് കൊടുത്താൽ മൊബൈലിൽ കൂടെ വളർത്താൻ നീ പഠിക്കരുത്. ആ മൊബൈലിലെ കാര്യങ്ങൾ കാണിച്ച് അതിന് ചോറ് കൊടുത്ത് അതിന് പാല് കൊടുത്ത് വളർത്തിയെടുത്ത് അത് വളർന്നു വരുമ്പോൾ അത് അതിന്റെ അടിമയായി പോകും. അതേസമയത്ത് നിന്റെ കുഞ്ഞിനെ നീ ദൈവവചനം ചെറുപ്പത്തിലെ പറഞ്ഞ് പഠിപ്പിച്ച് അതിന് നല്ല മനോഹരമായ പാട്ടുകൾ ദൈവസഭയുടെ ദൈവമക്കൾ ദൈവദാസന്മാരുടെ ആത്മാവിൽ വചനത്തിൽ ദൈവശബ്ദത്തം നിറയപ്പെട്ട മനോഹരമായ പാട്ടുകളൊക്കെ നിന്റെ മക്കളെ പാടി കേൾപ്പിച്ച് അവരെ ചെറുപ്പത്തിൽ അത് പഠിപ്പിച്ചാൽ അവർ വളർന്നു വരുമ്പോൾ നിന്റെ മക്കളും ബെനയാമിനെ പോലെ വീര്യപ്രവർത്തികൾ ചെയ്യും.
അവനൊരു പരാക്രമശാലിയായിട്ട് നിൽക്കും. അല്ലേലിയ. പ്രിയ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദൈവദാസന്റെ പരസ്യവും കണ്ടു തിരുവല്ലയില. അല്ലേലിയ. തിരുവല്ലയിൽ ആ ദൈവദാസനും തന്റെ മകനും കൂടെ പരസ്യവും നടത്തുന്നത്. തന്റെ മകൻ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. തന്റെ പിതാവ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. അതേ അപ്പനും മോനും അല്ലേലിയ പരാക്രമശാലിയെ പോലെ നിൽക്കുക. അപ്പൊ ഞാൻ അന്നറിഞ്ഞിട്ട് യഹോയാദ ഒരു പരാക്രമശാലിയായിരുന്നു. അവന്റെ മകൻ ബെനയാവ് ഒരു പരാക്രമശാലിയായി. അവൻ വീര്യപ്രവർത്തനം ചെയ്തു. അത് ഈ കുട്ടിയുടെ അപ്പൻ ഒരു പരാക്രമശാലിയായി നിൽക്കുന്നത് കൊണ്ട് ആ അപ്പൻ ചെയ്തതും കണ്ടതും ഒക്കെ കണ്ട് പഠിച്ചതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു? അപ്പനോടൊപ്പം ഒന്നിച്ചെന്ന് പരസ്യയോഗത്തിൽ യേശുവിനെ ഉയർത്തുക. ആ മകൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു, അപ്പൻ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാരണമായിട്ട് കർത്താവേ, ഈ അപ്പനെയും മകനും ഒരു പരാക്രമശാലിയായി മാനിക്കണമേ. ഈ മകനിൽ കൂടെ ചില വീര്യപ്രവർത്തികൾ നടക്കണം. അവനൊരു പരാക്രമശാലിയെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കും. വളരെ സന്തോഷം തോന്നി കേട്ടോ. ലേരിയ. അത് നിന്റെ മക്കളെ അങ്ങനെ വളർത്തിയെടുക്കണം. നിന്റെ മക്കളെ അങ്ങനെ വളർത്തിയെടുക്കണം. ഒരു പരാക്രമശാലിയായി നിന്റെ മക്കൾ ദൈവത്തിന് വേണ്ടി വളരട്ടെ, ലോകത്തിന് വേണ്ടിയിട്ടല്ല വളരേണ്ടത്. നിന്റെ മക്കളെ പരാക്രമശാലിയാക്കി വളർത്തേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടും മതങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ അല്ലെങ്കിൽ വർഗീയവാദികൾക്കും തീവ്രവാദികൾക്കും ഭീകരവാദികളിരിക്കും അല്ല അവർ പരാക്രമശാലിയായി തീരേണ്ടത്. ഇവിടുത്തെ ലോകത്തിന്റെ ജടികമായ ജീവിതത്തിനല്ല നീ പരാക്രമശാലിയും മാറണം. നീ കർത്താവിന് വേണ്ടി പരാക്രമശാലിയും മാറണം. ദൈവസഭയെ, ദൈവമക്കളെ തകർക്കാൻ വരുന്ന സാത്താനിശത്തിൽ അലറുന്ന സിംഹമുള്ള വ്യാജ ശക്തികളെ തകർക്കുവാൻ നീ ദൈവസ്നേഹി ഒരു പരാക്രമശാലിയായി നിൽക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരു പരാക്രമശാലിയായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 1-8 വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പരാക്രമശാലിയായി മാറും. അത് നീ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വന്നു കഴിയുമ്പോൾ ബലഹീനയായിരിക്കുന്ന നിന്നെ ദൈവം ഒരു പരാക്രമശാലിയായി ദൈവം നിന്നെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ആമീൻ. ബെനയാവ് ഹിമകാലത്ത് ഗുഹയിൽ ചെന്ന് സിംഹത്തെ കൂടെ കൊന്നു കളഞ്ഞതുപോലെ ആമീൻ ദൈവത്തിന്, ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും നിനക്കും നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന് തകർന്ന് ഉയർന്നു നിൽക്കുന്ന ആമീൻ സിംഹം പോലെ ഗർജി സാത്താനിശക്തികളെ നീ തകർത്ത് കളയും. അതെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ഒരു പരാക്രമശാലിയായി മാറും. ഹല്ലേലൂയ. നോക്കിയാട്ട് പെന്തക്കോസ്താളിൽ അപ്പോസ്തലന്മാരുടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, അവർ ആത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ കർത്താവിന്റെ ഒരു പരാക്രമശാലികളായി. ഹല്ലേലൂയ. അവർ കർത്താവിന് വേണ്ടി അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു. പത്രോസ് ആദ്യമായി ഇവരിൽ കൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു. ഹല്ലേലൂയ. അതെ, പരാക്രമശാലിയായി മാറണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പാ പിതാവീന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അതിനാണ് ദൈവം നിനക്ക് തന്നത്. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്ന റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എത്രയും പ്രാപിച്ചതെന്ന്. അതെ, അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ പ്രായപൂർത്തിയാകാത്ത ശിശുക്കളെ പോലെയാണ്. എന്നാൽ ഒരു വ്യക്തി വീണ്ടും ജന്മിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ശിശുവിന്റെ സ്ഥാനത്തേക്കല്ല, പിന്നെ പുത്രത്വത്തിന്റെ പദവിയിലേക്കാണ് അവൻ സ്വീകരിക്കപ്പെടുന്നത്. അതായത് ദൈവ കുടുംബത്തിൽ പ്രായപൂർത്തിയായ ഒരു മകന്റെ സ്ഥാനത്തേക്ക് ആമേൻ കർത്താവിനെ ദത്തെടുക്കുകയാണ്. പുത്രത്വം എന്ന് പറഞ്ഞാൽ പുത്രത്വത്തിന്റെ പദവിയിലേക്ക് സ്വീകരിക്കുക എന്നാണ്. അങ്ങനെ സ്വീകരിക്കുന്നവർ ദൈവത്തെ അപ്പാ പിതാവി എന്ന് വിളിക്കുവാൻ അവകാശമുള്ളവരാണ്. അതെ, അപ്പാ പിതാവി എന്ന് വിളിക്കുവാൻ അവകാശം നിനക്ക് വരണമെങ്കിൽ നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിച്ച അപ്പാ പിതാവി എന്ന് വിളിക്കും പുത്രത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ബെനയാവിനെ പോലെ നീ വീര്യപ്രവൃത്തികൾ ചെയ്ത് ദൈവസഭയ്ക്കും ദൈവനാമത്തിന് സുവിശേഷം വിരോധമായി എഴുന്നേൽക്കുന്ന സാത്താനിശക്തികളെ, ആമീൻ ദുരുപദേശങ്ങളെ, ദുരുപദേശ ചിന്തകളെ നീ മെതിച്ചു കളയണം. സിംഹത്തിന്മേലും അണയിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയുമെന്ന് ഈ
ഈ 2025 പ്രാരംഭ ദൂതുകൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിന്റെ മകൻ അല്ലേലിയ ഒരു പരാക്രമശാലിയായി, നിന്റെ മകൾ ഒരു പരാക്രമശാലിയായി മാറട്ടെ. അല്ലേലിയ രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസിത കരപടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിൽ ഏൽപ്പിച്ചു കൊടുത്ത മുഴങ്കാലെന്ന് മടക്കിയാട്ട് ആ മുട്ടുകൾ മടക്കിയാട്ട് അല്ലേലിയ കർത്താവ് എന്റെ മക്കളെ ഒരു പരാക്രമശാലിയായി, എന്നെ എന്റെ കുടുംബത്തെയും എന്നെ എന്റെ ഭാര്യയും എന്റെ അപ്പനും അമ്മയും എന്റെ സഹോദരങ്ങളെ കർത്താവിന് വേണ്ടി പരാക്രമശാലികളായി അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ തന്ന് ഭൂമിയുടെ അറ്റത്തോളം ആമി കർത്താവിന് വേണ്ടി നിൽപ്പാൻ കൃപ കൊടുക്കണമെന്ന് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. ദൈവം നിന്നെ അഭിഷേകം ചെയ്യും, രക്തം ചെയ്യും. അല്ലേലിയ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേലിയ അങ്ങനെ വേണം നിങ്ങൾ നിൽക്കുവാൻ. അല്ലെങ്കിൽ നിങ്ങൾ പല ദാസന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പരാക്രമശാലികളായി ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പാടുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നത്, വേർപാടും വിശുദ്ധിയിലും ഒക്കെ നിൽക്കുന്നവരെ. അല്ലേലിയ. അപ്പം വേർപാടിലും വിശുദ്ധിയിലും നീ പരാക്രമശാലിയായിരിക്കണം. ഈ ലോകത്തോടൊപ്പം നീ കൂട്ടുകൂടരുത്, ലോകത്തോടൊപ്പം നീ കൂട്ടുകിടരുത്. നിന്റെ വേർപാടും വിശുദ്ധി നീ കാത്തു സൂക്ഷിച്ചോണം കേട്ടോ. അല്ലേലിയ. ലോകം നിന്നിലേക്ക് അശുദ്ധമായത് കൊണ്ടുവരാൻ, അശുദ്ധ ചിന്ത കൊണ്ട്, അശുദ്ധമായ ജീവിതം കൊണ്ടുവരാൻ, അശ്ലീലമായത് നിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ പിശാച് ശ്രമിക്കും. ലോകത്തിന്റെ മോഹങ്ങൾ, ഇംഗിതങ്ങൾ, നിന്റെ ശരീരത്തെ, നിന്റെ ജഗത്തെ സന്തോഷിപ്പിക്കുന്ന സുഖലോലുപമായ അനുഭവങ്ങളൊക്കെ നിന്റെ ഉള്ളിലേക്ക് സാത്താൻ കടത്തിവിടും. അല്ലേലിയ. പിശാച് നിന്റെ തകർക്കാൻ ശ്രമിക്കും. അങ്ങനെ സാത്താൻ നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നീ പിശാചിന്റെ വഞ്ചനയിൽ നീ കുടുങ്ങിപ്പോകാതെ, ദിവ്യാഗ്രഹത്തിൽ നീ കുടുങ്ങിപ്പോകാതെ നീ പരാക്രമശാലിയായി നിൽക്കണം. യേശുവിനോടൊപ്പം നടന്ന, യേശു തെരഞ്ഞെടുത്ത യേശുവിന്റെ ശിഷ്യന്മാർ, 12 ശിഷ്യന്മാർ, ഗുരുവിനായിരുന്ന യൂദാ ഇസ്കറിയോത്ത പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. അവൻ ഖജാൻജിയായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും സാത്താൻ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. സാത്താൻ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. 30 വെള്ളിക്കാശിന് ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. ദൈവീയാഗ്രഹം അവന്റെ ഉള്ളിൽ വന്നു. അല്ലേരി. എന്നാൽ ബാക്കിയുള്ള കർത്താവിലൂടെ പരാക്രമശാലികളായി നിന്നു. അല്ലേരി. എന്നെ കേൾക്കുന്ന യൂദയെ പോലെ ഒരു ദിവ്യാഗ്രഹമായി മാറരുത്. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. അത് ചിലർ കാണിച്ചിട്ട് വിശ്വാസം വിട്ട് അകന്ന് പോയെന്ന് വിട്ടിരുന്ന് പോയെന്ന് നമ്മൾ 1 മധ്യസ്ഥലേഖനം 6-10 വായിക്കുന്നുണ്ട്. അതെ, ഈ ലോകത്തിലേക്ക് ഒന്നിനു വേണ്ടി നിന്നിട്ട് നീ വഴുതി വീഴരുത്. നീ കർത്താവിന് വേണ്ടി ഒരു പരാക്രമശാലിയായി മാറണം. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. 1 ദിനവൃത്താന്ത പുസ്തകം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. കസ്ബേലിയുടെ പരാക്രമശാലിയുടെ മകനായ ഹോയാത്തയുടെ മകനായ ബെനയാവും വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്തൊരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെ കൊന്നുകളഞ്ഞു. അതെ, നീ ബെനയാവിനെ പോലൊരു പരാക്രമശാലിയായി കർത്താവിന് വേണ്ടി നിലകൊള്ള. കണ്ണുകളടച്ചാട്ട്. ജീവിതം തകരുവാനല്ല, തകർത്ത് കളയാൻ. ജീവിതം ലോകത്തിന് വിട്ടുകൊടുക്കുവാനല്ല, ലോകക്കാർക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനല്ല. നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം, നിന്നെ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവം. നീ കർത്താവിന് വേണ്ടി നിൽക്കണം. ഒരു പരാക്രമശാലിയായി കർത്താവ് നിന്നിൽ കൊണ്ട് അത്ഭുതങ്ങൾ അടയാളം ജീവൻ ആഗ്രഹിക്കുമ്പോൾ, നിന്നിലൂടെ വീര്യപ്രവൃത്തി ജീവൻ ആഗ്രഹിക്കുമ്പോൾ, അതേ സഹോദര സൗരീത പകൽ നീ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ, ഭാരതത്തിലെ, ലോക രാജ്യങ്ങളിലുള്ള 800 കോടി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത രാജ്യങ്ങളിൽ പാർക്കുന്ന, വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ ജനത്തിനായി, അധികാരികൾക്കായി, കർത്താവിന്റെ ശൈശവത്തിനും ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിനും, വൃത്തിന്, വശന, യാചകർ, ഓർഫനേജ്, തലമുറ കിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഭാരപ്പെട്ട കഷ്ടത, അക്രമം, ചാമ്പത്ത്, ജെരുക്കുന്ന കടബാന്തിൽ കടന്നുപോകുന്ന മാരകമായ രോഗത്തിൽ വ്യാധിയിൽ ഭാരപ്പെടുന്നവർ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അദ്ദേഹത്തിൽ BSCR കർത്താവ്, ക്രമസമാധാന പാല, നിയമ ദേവസ്ഥാന വിഭാഗങ്ങളെ, പോലീസിന്റെ ജുഡീഷ്യൽ ഭാഗങ്ങളെ, സഹകരണ, ബുദ്ധിമായ ആരോഗ്യ, സാമ്പത്തിക മേഖല, എല്ലാ ബാങ്ക് മേഖലയും ആയിരിക്കുന്ന ജനത്തിനായി കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, ലോകരാജ്യ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, കടലോരവാസി, തീരദേശവാസികളെ, മത്സ്യബന്ധന ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർക്കായി ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവ്, കരയിലും കടലും ആകാശമാർഗം വാഹനോടി യാത്ര നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർ, ചിഹ്ന മെക്കാനിക്, മോട്ടോർ യൂണിറ്റിനകത്ത് എല്ലാ ട്രൈവൽസ്, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഹല്ലേലൂയ. കാർഷിക മേഖലയിൽ, കർത്താവ്, ക്ഷീര മേഖലയിലും ചെറുതുമായി എല്ലാ വ്യാപാരി വ്യവസായികളെയും വഴിയോടെ കച്ചവടം, കർത്താവ്, എല്ലാ കരികളും കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ,
കർത്താവ് വിവാഹം ചെയ്തു ആഗ്രഹിക്കുന്നവർ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കുടുംബജീവൻ തകർന്നപ്പോൾ അനുഭവത്തിൽ കുടുംബജീവിതം സുന്ദരമായ കേസുകൾ കോടതിയിൽ കിടക്കുമ്പോൾ അതിനെല്ലാം ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുന്ന പ്രാർത്ഥിക്കും. വിദേശരാജ്യത്ത് ഘട്ടം കടന്നു കഷ്ടം സഹിക്കുന്നവർ, വിദേശരാജ്യത്ത് നോമ്പരവരെ വിസ പുതുക്കിക്കിട്ട ഭാരപ്പെടുന്നവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ട പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ വിദേശരാജ്യത്ത് കർത്താവ് ജയിലിൽ കിടക്കുന്നവർക്കായി ആമയെ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, ജോലി നഷ്ടപ്പെട്ടവർ, വിവിധ പ്രതികളിൽ ആമയെ പ്രതികൂല സാഹചര്യം നിൽക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. വിദേശ പീഡനങ്ങളിൽ മണ്ണാടി കഷ്ടം സാഹചര്യം കിട്ടാതെ ഭാരപ്പെടും, ശമ്പളമില്ലാതെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നിരവധി ആളുകൾ വിദേശത്തെ കൊണ്ട് കർത്താവ് ജപ്തി നടപടി ബാങ്കുകാർ ജപ്തിക്കായി കർത്താവ് ലൊട്ടിച്ചൊട്ടിച്ച് അനേക കുടുംബങ്ങൾ ഇന്നുപോലെ അങ്ങനെയുള്ള അനവധി കുടുംബങ്ങൾക്ക് ദൈവനീതി വെളിപ്പെടണമേ. മദ്യത്തിന് മയക്കുവരും മനസ്സിലഹരിപ്പും അടിമപ്പെട്ട് കിടക്കുന്നവർ, ഈ ലോകത്തിന് ജനിക്ക് വ്യഭിചാര പരസ അശുദ്ധമായ അശ്ലീലങ്ങൾക്കകത്ത് ഈ ജനം പരാക്രമശാലികളായി മാറാതെ ലോകത്തിന്റെ ശക്തികളെ ഈ ജനം മെതിച്ചു കളഞ്ഞ് ദൈവത്തിലേക്ക് കടന്നു കർത്താവ് യേശുവിനും പരാക്രമശാലികളായി നിൽക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ വിദേശ രാജ്യങ്ങളായിരിക്കേണ്ട ദൈവദാസന്മാർ കർത്താവിന്റെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശക്തമായി പരാക്രമശാലികളെ ഉപയോഗിക്കണമേ. കഴിഞ്ഞ ദിവസമൊക്കെ കർത്താവ് സുവിശേഷം മുഖാന്തരം സുവിശേഷം പറഞ്ഞതിന് വേണ്ടി വ്യാജ കുറ്റാരോപണം ചുമത്തി ജയിലടച്ചങ്ങളുടെ ദൈവദാസന്മാരുണ്ട്. അവർക്കൊക്കെ മോചനം കൊടുക്കണായി അവരെവിടെയായിരുന്നാലും കർത്താവിന്റെ പരാക്രമശാലികളായി മാറുവാൻ അവർ കർത്താവ് സുവിശേഷം വിളിച്ചു പറയുന്നതിനെ തിരുവട്ടേക്കണമേ. സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷം പറയുന്ന ദൈവദാസിത വായടയ്ക്കാൻ ശ്രമിക്കുന്ന ലോകശക്തികളെ മെതിച്ചു കളയുന്ന അധികാരം ദൈവജനത്തിനെ പകരം കർത്താവ് ഈ ജനമെല്ലാം പാപം വിട്ട് മടങ്ങി വന്ന് കർത്താവിന്റെ പരാക്രമശാലത്തിന് അപ്പാപിതാവിലും പുത്രത ആത്മാവിനെ പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമകത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.